ओके नेक्स्ट किमस्ति धैर्यं वीर्यं च दुर्बुद्धिः सहोदरपराक्रमो दक्षकर्णसहायं च चिन्तनीयम् इति तृतीयतः धैर्यं वीर्यं च दुर्बुद्धिः तृतीयभावात् किं चिन्तनीयं धैर्यं वीर्यं वीर्यं नाम बलं മൂന്നാം ഭാവം ഒന്ന് രണ്ട് മൂന്ന് അപ്പോൾ മൂന്നാം ഭാവം കൊണ്ട് എന്താണ് നമ്മൾ ചിന്തിക്കാനുള്ളത് ധൈര്യം ഒരു മനുഷ്യന്റെ ധൈര്യശക്തി ഇങ്ങനെയുണ്ട് അത് പറയുന്നുണ്ട് ദുർബുദ്ധി സാധാരണ ഈ പത്മപ്രവർത്തകരുടെ പെൺകുട്ടികളുടെ കല്യാണത്തിന് മുന്നോ നമ്മളോട് വന്നിട്ട് ചോദിക്കും ആള് നല്ല മനുഷ്യനാണോ ആള് ദുഷ്ടനാണോ ഞാൻ കല്യാണം കേൾക്കാൻ പോകുന്ന കുട്ടി സത്പ്രവൃത്തി ഉള്ളവനാണോ ദുർബുദ്ധി ഉള്ളവനാണോ അതെങ്ങനെ അറിയാൻ സഞ്ജയ് മൂന്നാം ഭാവം കൊണ്ട് നമ്മൾ ദുർബുദ്ധി സഹോദര സഹോദര വിചാര സഹോദര പരാക്രമോ ദക്ഷകർണ സഹായോ ച ദക്ഷകർണ കർണ നാമ ഇയർ ദക്ഷ നാമ റൈറ്റ് സൈഡ് ഇയർ റൈറ്റ് ഇയർ ഏത് ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത് മൂന്നാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടതാണ് ദക്ഷകർണ സഹായോ ച ചിന്തനീയം തൃതീയ ഭാവം കൊണ്ടാണ് ചിന്തിക്കേണ്ടത് സഹായം നമുക്ക് ആരെങ്കിലും സഹായം കിട്ടുമോ സഹായോ ച चिन्तनीयं तृतीयः चतुर्थभावं किमस्ति माता सुरन्मातुलभाग्नेयो फोर्थ हाउस കൊണ്ട് നമ്മൾ എന്തൊക്കെ നോട്ട് ചെയ്തിട്ട് ഇത് ഒരുപാട് ഇമ്പോർട്ടൻസ് സഹോദര വിചാര പരാക്രമ വിചാര ദക്ഷകർണ നാമ ദക്ഷ നാമ ദക്ഷിണായത്തെ റൈറ്റ് കർണ നാമ ദക്ഷിണകർണ അതിനെ കുറിച്ചുള്ള വിചാരങ്ങൾ എല്ലാം ചിന്തിക്കേണ്ടത് തൃതീയ ഭാവാത് ചതുർത്ഥ ഭാവാത്തിൽ മാതാ സ്വതന്മാതുലഭാഗ്യോ മാതാ സുഹൃത്ത് മാതുല ഭാഗ്യോ माता सुरत्नातुलभाग्नेयो क्षेत्रं सुखं वाहनमासनं च दारिद्र्यं शयनं च गतिः पश्वादिकं जन्मग्रहणं च दुर्गात् किमस्ति अत्र दारिद्र्यमम्बः शयनं च वृत्तिः दारिद्र्യം ചില കുട്ടികൾക്ക് ഒരുപാട് ലാളിച്ചിട്ടാണ് അച്ഛനമ്മയെ വളർത്തുന്നത് ചില കുട്ടികൾക്ക് അച്ഛനമ്മയുടെ മുഖമേ കാണാറില്ല അല്ലേ എനിക്ക് തോന്നുന്നു പത്മപ്രഭമേലേക്ക് ലാളിത്യം കൂടുതലുണ്ടാണ് പക്ഷെ സഞ്ജയന്റെ ലാളിത്യം എന്താ അതായിരിക്കും അതിന്റെ സാധ്യതയുണ്ട് ഹായ് സർ പ്ലീസ് കം ഫോൺ ചെയ്തോ लालित्यमम्बः शयनं च वृत्तिः पश्वादिकं जन्मगृहं കുറച്ചെങ്കിലും സഞ്ജയനെ ലാളിച്ചത് ഞാൻ തന്നെയാണ് പിന്നെ എവിടെയാണ് അമ്മ അങ്ങനെയില്ലാത്ത അല്ലേ അമ്മ കുറച്ച് ലാലിക്കാനുണ്ടാവും അല്ലേ അമ്മ അല്ലേ അച്ഛനൊന്നും ഉണ്ടാവില്ല പ്രജ്ഞ മാതാ സുഹൃൻ മാതൃവിചാര എന്റെ അമ്മ എങ്ങനെ എന്റെ അമ്മ കൊണ്ട് എനിക്ക് സഹായം കിട്ടുമോ ഇല്ലെങ്കിൽ വാഹനങ്ങളെ സുഖം എനിക്കുണ്ടാവോ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചോദ്യങ്ങൾ മാറ്റുക അമ്മയുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും സഹായങ്ങൾ ഉണ്ടാവോ അതിന്റെ സുഖം ഉണ്ടാവോ
സുഖം വാഹനമാസനം ച ക്ഷേത്രം സുഖം വാഹനമാസനം ച വാഹനം ആസനം क्षेत्र सुख वाहन आसन इत्यादि विशेषाः कस्मात् चिन्तनीयं चतुर्थभावात् ഞാനൊരു വണ്ടി വാങ്ങിയാലോ എന്ന് ഒരാൾ എന്നോട് ചോദിച്ചു. അപ്പൊ ഏത് ഭാവം കൊണ്ട് പദങ്ങൾ പറയേണ്ടതാണ്? നാലാം ഭാവം. ലഗ്നം 1 സെക്കൻഡ് 3 അങ്ങനെ ക്ലാസ്സിലുണ്ട്. നാലാം ഭാവം കൊണ്ട് നമ്മൾ എന്താ പറയേണ്ടത്? വാഹനത്തിനെ കുറിച്ചുള്ളതൊക്കെ പറയേണ്ടതാണ്. പ്രജ്ഞാ പ്രതിഭാ മേഘ വിവേക. നാലാം ഭാവം എവിടെ? ഇപ്പൊ ഇങ്ങനെ ഒരു കുണ്ടല ഉണ്ടെന്ന് വെക്കാം. 12 രാശികളാണ് ഇതിൽ അല്ലേ? അപ്പൊ ഇതിൽ വൃശ്ചിക ലഗ്നം ഈ കുട്ടി പറഞ്ഞു. അപ്പൊ നാലാം ഭാവം ഇല്ല. അപ്പൊ ഈ ഭാവം കൊണ്ട് നമ്മൾ എന്തൊക്കെ പറയണം? ഈ ഭാവം കൊണ്ട് വാഹന സുഖ കുംഭരാശി ബേസിലായിട്ട് ഇപ്പൊ പദങ്ങൾ പറയണം. മാനസിക പശു സുഖ ആസന प्रज्ञा प्रतिभा विवेक शक्ति प्रज्ञा विचार प्रज्ञा नाम प्रज्ञा प्रतिभा विवेक शक्ति पुरातनम पुण्यम मंत्रामार्जितमूजाः पंचमात सौमनस्यापि चित्तम् ഒരു ദിവസം എന്തായി, ഒരു ബസ്സിൽ പോകുമ്പോൾ ഒരാള് തലക്കറങ്ങി വീണു. അപ്പൊ ഇയാൾ എന്ത് ചെയ്തു? ബസ്സിൽ വെള്ളത്തിൽ കൊടുത്ത് സഹായിച്ചു. അവസാനം അയാൾ പറഞ്ഞു ബസ് കിട്ടിയില്ല. അപ്പൊ അയാൾ പറഞ്ഞു അയാൾ സ്വാമീജിയാണത്. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു എന്റെ കയ്യിൽ പൈസ ഇല്ല. അപ്പൊ ഇയാളൊന്നും ഇനി ബസ് ടിക്കറ്റ് ഞാൻ തരാം, എന്റെ പോകേണ്ടത്. അപ്പൊ അയാൾ കന്യാകുമാരി പോകേണ്ടത്. ശരി, ഞാൻ ബസ് ടിക്കറ്റ് കൊടുത്തു. കന്യാകുമാരിയുടെ ബസ് പോയില്ല, പദം വരെ പോകും. അവസാനം ഇയാൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഒരു ദിവസം ഏതൊരു അമ്പലത്തിൽ പോകുമ്പോൾ അവിടെ ആ സ്വാമി ഒരു മന്ത്രം അങ്ങനെ നമുക്ക് ചിലപ്പോൾ രഹസ്യമായി ഇപ്പോഴും ആത്മം ചെയ്ത പുണ്യമുണ്ട്. നമുക്ക് അറിഞ്ഞോ അറിയാതെ മന്ത്രദീക്ഷത്തിൽ ಮಂತ್ರಿ ಧನುಜ ಮಕ್ಕಳ ವಿಚಾರ ಪಂಚಮಾತ ಸೌಮನಸ್ಯಾಗಿ ನಲ್ಲೆ മനസ്സുള്ളവനാണോ അല്ലയോ? അതെ, എവിടെയാണ് ചിന്തിക്കേണ്ടത്? അഞ്ചാം ഭാവം ചിന്തിക്കേണ്ടതാണ്. പ്രജ്ഞാ പ്രതിഭാ മേധ മേധാശക്തി. മേധാശക്തി इत्यस्य अर्थः तस्य स्मरणशक्ति कीदृशमस्ति, चिन्तनशक्ति कीदृशमस्ति. നവനവോന്മേഷശാലിനി പ്രതിഭ. നവനവോന്മേഷശാലിനി ചില വാക്കുകളുണ്ട് നമ്മൾ തന്നെ ഉപയോഗിക്കുന്ന ശബ്ദങ്ങൾ. അത് ബേസിലായിട്ട് അവരുടെ ശ്ലോകങ്ങളുണ്ട്. ഗുണത്തിൻ കിണീജാല കോലാഹലാഭ്യം. ചമത്കാര ചിന്താമണിയുടെ ശ്ലോകത്തിൽ ഗുണത്തിൻ കിണീജാല കോലാഹലാഭ്യം മുദാരാധയാരാ കാലിന്ദികം വിദ്യുദൈവ. അതാണ് ശ്ലോകാన్ని चमत्काररूपेण श्लोकान् लिखति. तर्हि तादृश प्रतिभाविचारः तस्मात् चिन्तनीयम्. अञ्जां भावं चिन्तिक्यन्ते. पुरातनं पुण्यं इयाळ पुण्यशालियाणो अथवा एतस्य पूर्वजन्म पुण्यम् अस्ति वा न वा, एतत् सर्वं तस्मात् चिन्तनीयं. पञ्चम भावात् चिन्तनीयं. बोधः നമുക്ക് ബോധമില്ലേ എന്ന് നമ്മൾ തിരി പറയാറുണ്ട്. നമുക്ക് ബോധപരമാണ്. ഈ ബോധത്തിന് പ്രജ്ഞ. ബോധമുള്ള ബോധമില്ലാത്ത ആളാണ്. എങ്ങനെ അറിയാം? അഞ്ചാം
ഉണ്ടോ ഇല്ലയോ? അഞ്ചാം ഭാവം प्रज्ञा प्रतिभा मेधा विवेक शक्ति विवेक शक्ति इत्यस्य अर्थः विवेचनस्य यत् समीचीनं यत् असमीचीनं ഒരു റോഡിൽ പോകുമ്പോൾ സുന്ദരമായ ഒരു നല്ല ഒരു ടെഡി ബെയർ എന്തോ കണ്ടു. സാധാരണ കുട്ടികളാണെങ്കിൽ അവർ ചെയ്യുന്നത് കരയില്ല. ഒരു കുട്ടി അത് മന്ത്രവാദം ചെയ്ത് വെച്ചിട്ടുണ്ട് ആവശ്യം. ഈ അയാൾ അതിനെ കൊണ്ടുപോകുമ്പോൾ ഇയാളുടെ വീട്ടിലൊക്കെ പ്രശ്നങ്ങളാകും. അതുകൊണ്ട് റോഡിൽ കട്ടിട്ടൊക്കെ വാങ്ങിയിട്ട് കൊണ്ടുവരണ്ട. മനസ്സിലായോ? അത് കഴഞ്ഞതായിരിക്കും ചിലപ്പോൾ അല്ലേ? അതിനെന്തെങ്കിലും വെച്ചിട്ടാക്കോ അങ്ങനെ അതുകൊണ്ട് എന്തായിരിക്കുന്ന പ്രജ്ഞ പ്രതിഭ മേധ പ്രജ്ഞ പ്രജ്ഞാശക്തി പ്രതിഭാശക്തി വിവേകശക്തി ഇത് ശരിയാണോ തെറ്റാണോ? ഒരാളെ പറഞ്ഞു ഞാൻ എനിക്ക് 10,000 രൂപ തരാം, ഇവിടുന്ന് ഈ പാക്കറ്റ് കാക്കനാട് വരെ എത്തിക്കണം. ഇത് കഞ്ചാവിന്റെ പാക്കറ്റായിരിക്കും. നമ്മളറിയാതെ കൊണ്ടുപോയാലോ 10,000-ന് നമ്മുടെ ജീവിതം മൊത്തം ജയിലിലുണ്ടാകും. അതുകൊണ്ട് എന്ത് ചെയ്യണം? വിവേകശക്തി ഇത് ശരിയല്ല, ഇത് ശരിയല്ല, തിരിച്ചറിവ്. ഇത് അഞ്ചാം ഭാവമാണ് ചിന്തിക്കുന്നതാണ് അല്ലേ? നിങ്ങളെപ്പോലെ ഒരു ചെറുപ്പക്കാരനാണ് ബിസിനസ് ചെയ്യുന്നത്. ചില ആൾക്കാർ ഇതിലേക്ക് വാ, എനിക്ക് അങ്ങനെ ഡ്രസ്സ് തരാം, മിഠായി തരാം, എനിക്ക് പറ്റിയ നല്ല ഡ്രസ്സ് തരാം, മേക്കപ്പ് ഇട്ട് തരാം. പിന്നെ പോയിട്ട് നമ്മൾക്ക് അറിഞ്ഞോ അറിയാതെയോ നമ്മളെ ബിസിനസ് അങ്ങനത്തെ വലയിൽ ഒടുങ്ങിയില്ലേ മക്കളെ? ആര് ഈ ലോകത്തിൽ ഒരു കാരണവശാൽ ഒന്നും സൗജന്യമായിട്ട് തരുന്നില്ല. എന്നോട് ജോലി ചേട്ടനോടോ ആത്മേട്ടനോടോ ചോദിച്ചോളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ റിച്ചായിരുന്നു അല്ലേ? ഈ ലോകത്തിൽ ആർക്കൊന്നും തരുന്നില്ല. നിങ്ങൾക്ക് അവസാന 10 രൂപ കിട്ടിയാലും ക്യാൻറ്റീൻ ഭക്ഷണം കിട്ടും. അത് സർക്കാർ പൈസ തരുന്നതിന് കിട്ടുന്നു. പിന്നെ അമ്പലത്തിൽ കഞ്ഞിയും ചോരത്തിനും കിട്ടും. ഇനി എവിടെയൊന്നും അല്ലേ? അന്നദാനം ചെയ്യുന്നുണ്ട്, അങ്ങനെ കിട്ടും. റോഡ് ക്ലബ്ബ്, പള്ളിയിലോ അമ്പലത്തിലോ അതുകൂടി ആൾക്കാർ കൊടുക്കുന്നത് കൊണ്ട് അത് കിട്ടുന്നുണ്ട്. സ്കോളർഷിപ്പിന്റെ ഇല്ല ഭാഗം കൊണ്ട് നമ്മൾ എന്തൊക്കെയാണ് ചിന്തിക്കേണ്ടത്? പിന്നെ എന്റെ സ്വർണ്ണമാല മോഷണമായി പോയി. ബസ്സിൽ വരുമ്പോ ബസ് നല്ല തിരക്കുണ്ടാവും. റിക്ഷയിൽ പോയി കേട്ടോ, ബസ്സിൽ പോകണ്ടാവും. സ്വർണ്ണമാലയ്ക്ക് ഇങ്ങനെ ഡ്രസ്സിലേക്ക് എന്താണ് പിന്നുകൊണ്ട് ഫിക്സ് ചെയ്യാൻ എന്താ കാരണം? എന്താ? തസ്കര കള്ളമാണ് മോഷണം ചെയ്യും. തസ്കര എന്റെ ആരോഗ്യം എങ്ങനെയുണ്ട്? എനിക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടാവും. ഈ എക്സ്പ്രസിന് പിന്നെ ആരോഗ്യ പ്രശ്നം ഉണ്ടാവും. നമ്മൾ എങ്ങനെ തിരിച്ചറിയാം? ആറാം ഭാവം കൊണ്ട് അതിൽ ഇപ്പോൾ ഒരു ഗ്രാഹത്തിന് വാത, പിത്ത, കഫം ഇതിന്റെ കാരകങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചന്ദ്രനാണെങ്കിൽ കഫകാരക, ചന്ദ്രനാണെങ്കിൽ സാധാരണ കഫസംബന്ധമായ രോഗങ്ങൾ വരും. അത് ഇപ്പോ കുജനാണെങ്കിലോ പിത്തകാരക. അപ്പൊ പിത്ത സംബന്ധമായ പ്രശ്നങ്ങളാണ് വരുന്നത്. പക്ഷെ ആരോഗ്യം കുജനാണെങ്കിൽ വലിയ ആരോഗ്യ ഇഷ്യൂസ് ഉണ്ടാവില്ല. ഇന്ന് പാപഗ്രഹമായതുകൊണ്ട് വലിയ ഇഷ്യൂസ് ഉണ്ടാവാറില്ല. മരണം വാരിശസ്ത്രേണ ചിന്തനീയം ഇത്യശസ്ത്രതഃ. മരണം വാരിശസ്ത്രേണ. വാരി ഇത്യസ്യർത്ഥഃ ജലം. വാ പ്ലസ് അരി ഇത്യസ്യർത്ഥः അരി ഇത്യസ്യർത്ഥः ശബ്ദം. അത്ര കിമസ്തി പ്രശബ്ദം? മരണം വാ പ്ലസ് അരി വാരി. മരണം വാരിശസ്ത്രേണ
शरीरस्य विषये वा रोगस्य विषये वा व्यसनविचारे वा चिन्तनीयम् विवाहमदना लोका भार्या पुत्रसमागमः ശരിയാസ്ത്രീ സത്വനഷ്ടാർത്ഥ മൈഥുനസ്യാപി സത്തമ. ഏഴാം ഭാവം കൊണ്ട് എന്തൊക്കെ ചിന്തിക്കേണ്ടതാണ്? വിവാഹ മദനാലോക, വിവാഹ വിചാര, മദന വിചാര, പുനഃ ശയ്യ